ഞാനിപ്പോൾ നിൽക്കുന്നത് പെറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ വില്ലേജിലാണ്. ഇംഗ്ലണ്ടിലെ ഈ പെറ്റ് വില്ലേജ് ഈസ്റ്റ് സസെക്സിലെ റോത്തർ ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്നു. ഹേസ്റ്റിങ്സ് ടൗണിൽ നിന്നും കേവലം 8 കിലോമീറ്റർ മാത്രം അകലെ ഹേസ്റ്റിങ്സിനും റായ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ബീച്ച് ടൗൺ കൂടിയാണ് പെറ്റ്. എന്നാൽ കേവലം ഒരു ബീച്ച് ടൗൺ മാത്രമല്ല പെറ്റ്. അതിനുമപ്പുറത്തേക്ക് ഒരു വലിയ ചരിത്ര അവശേഷിപ്പ് കൂടിയാണ് ഇവിടം. ഞാൻ നിൽക്കുന്ന ഈ ബീച്ചിൽ ഈ കാണപ്പെടുന്ന കറുത്ത അവശേഷിപ്പുകൾ കേവലം പാറകൾ മാത്രമല്ല, അവ ഒരു കാലത്ത് പൈൻ മരങ്ങളും ഓക്ക് മരങ്ങളുമൊക്കെ നിലനിന്നിരുന്ന ഒരു വലിയ വനമേഖല കൂടിയായിരുന്നു. ഏകദേശം 6500 വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതിയുടെ സ്വാഭാവികമായ പരിണാമത്താലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകൃതിയുടെ സവിശേഷമായ ചലനങ്ങൾ മൂലമോ കടലിനടിയിൽ അകപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടം. ഇപ്പോഴും വേലിയിറക്ക സമയത്ത് നമുക്കതിൻ്റെ അവശേഷിപ്പുകൾ കാണാവുന്നതാണ്. കേവലം ഒരു വനമേഖല, കടലെടുത്ത ഒരു പ്രദേശം മാത്രമാണോ ഇവിടം? അല്ല. ജൈവശാസ്ത്രപരമായും ഭൂമിശാസ്ത്രപരമായും പെറ്റ് ബീച്ചിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇവിടുത്തെ ക്ലിഫുകളുടെ വശങ്ങളിൽ നിന്നാണ് ചരിത്രകാരന്മാരും അന്വേഷകരും ഫോസിലുകൾ കണ്ടെടുക്കപ്പെട്ടത്. കേവലം ഫോസിലുകൾ മാത്രമല്ല, ദിനോസറിൻ്റെ ഫുട് പ്രിൻറ്റുകളും ഇവിടുന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അവയുടെ കാലപ്പഴക്കം നിർണയിച്ചപ്പോൾ ഏകദേശം 100 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നവയാണ് എന്നും തെളിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭൂമിശാസ്ത്രപരമായും ജൈവശാസ്ത്രപരമായും എല്ലാം തന്നെ ഒട്ടനവധി പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ഈ ചെറിയ ഗ്രാമം, ഈ ചെറിയ ബീച്ച്.